എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കെയിലിൻ്റെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കെയിൽ ലീവ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഇലവർഗ്ഗമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ കിട്ടും. അതുപോലെ തന്നെ ഗവേഷണങ്ങളിലൊക്കെ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരുപാട് ഡാർക്കായിട്ടുള്ളതല്ല എങ്കിൽ കൂടി അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഒരു കെയിൽ ലീഫിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ഒന്നുകൂടെ ഡാർക്കായിട്ടുള്ള ഇല വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല കടും ഡാർക്കായിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻ എ, കെ, പല വൈറ്റമിൻസ് ഉണ്ട്. കണ്ണിനും ഒക്കെ നല്ലതാണ്. ഇത് ക്യാബേജിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കെയിൽ ലീവ്സിൻ്റെ തോരൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ഇലക്കറിയെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് കെയിൽ ലീവ്സിൻ്റെ തോരൻ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങയിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലി തൊലി കളഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക്, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൂടെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉഴുന്നിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തോരലിടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉഴുന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഇലക്കറിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നിങ്ങൾക്ക് ഇങ്ങനെ വറുത്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവസാനവും ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അതുപോലെ ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറുതീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ചാലും ഇതിൽ നിന്ന് ഒത്തിരി വെള്ളമൊന്നും ഇറങ്ങി കുഴഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാവുന്നതാണ്. കുറച്ച് വേവ് നമ്മുടെ സാധാരണ ചീരയെക്കാട്ടിലും ഇതിന് കൂടുതലാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് ചിക്കി തൊത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കെയിൽ ലീവ്സിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് തോരൻ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ കെയിൽ ലീവ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചീരയിലും ഇതേ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്